നിരവധി ദുർഘടമായ പാതകൾ പിന്നിട്ടാണ് ഇന്നീ കാണുന്ന സ്വഭാവങ്ങൾക്ക് എത്തിയത്. നമ്മൾ അത്തരത്തിൽ ഈ നിലയിൽ എത്തിച്ചേർന്ന നമ്മുടെ പൂർവികരായ നേതാക്കളെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ വ്യാപാര സമൂഹത്തിനിടയിൽ നിഷേധിക്കപ്പെടാനാവാത്ത ശക്തിയായി നമ്മെ നയിക്കുന്ന അനിതര സാധാരണമായ ഇച്ഛാശക്തിയോടുകൂടി നമ്മെ നയിക്കുന്ന പ്രിയപ്പെട്ട ജയപാൽ സാറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയും നമ്മുടെ ഈ അവസരത്തിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. സംഘടന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന നമ്മളംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് അനുഭവേദ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ നമ്മളിലേക്ക് വരുന്ന കരിനിയമങ്ങൾ നമ്മൾ അറിയാതെ അതിനെ തടുക്കാനുള്ള ശക്തി സംഘടന ഉണ്ടാക്കി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ മേഖലയിൽ 2-3 മാസം മുമ്പ് ഈ മേഖലയിൽ തന്നെ അപ്പാടെ വിഴുങ്ങാൻ പ്രഹരശേഷിയുള്ള ഒരു ബില്ല് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഇരുന്നത് നമ്മുടെ സംഘടനാ ശക്തിയുടെ ബലം കൊണ്ട് നമുക്കത് നിർവീര്യമാക്കാൻ സാധിച്ചു. അത് നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല, കാരണം നമ്മുടെ യൂണിറ്റ് പൊതുയോഗങ്ങളിലൊക്കെ നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ്. അത്തരത്തിൽ അതുപോലെ തന്നെ നിരവധി സമര നിയമ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ PCB നിയന്ത്രണം 20 സീറ്റ് വരെയുള്ള വൈറ്റ് കാറ്റഗറികളിലേക്ക് PCB NOC ഒഴിവാക്കിയതും 100 സീറ്റ് വരെയുള്ള ഗ്രീൻ കാറ്റഗറിക്ക് PCB നിയമം ലഘൂകരിച്ചു. അത്തരത്തിലുള്ള നമ്മൾ നിയമ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത കാര്യങ്ങളാണ്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഘടന നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു വർഷത്തിൽ ഒരു പൊതുയോഗത്തിൽ നമ്മൾ സംവദിക്കുക, അംഗങ്ങളുടെ കാര്യങ്ങൾ അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക, നേതൃത്വത്തിന് പറയാനുള്ളത് അംഗങ്ങളോട് പറയുക. ഇത്തരത്തിൽ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ. 14 ജില്ലകളിലും ഏതാണ്ട് 5-6 ജില്ലകളിലൊക്കെ ഈ ജില്ലാ സമ്മേളനം നടന്നു കഴിഞ്ഞു. അടുത്ത ഡിസംബർ 30 സംസ്ഥാന സമ്മേളനം കൂടി നടക്കുമ്പോൾ ഈ പ്രക്രിയ പൂർത്തിയാവും. അടുത്ത 2 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് എറണാകുളം ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. അത്തരത്തിലാണ് ഈ സംഘടനാ സംവിധാനം പോകുന്നത്. അതുപോലെ തന്നെയാണ് സംഘടന വളരെ ആലോചിച്ച് നടപ്പിലാക്കിയ സുരക്ഷാ പദ്ധതി. ഏതാണ്ട് 3.5 കോടി രൂപ 35 കുടുംബങ്ങളിൽ സാന്ത്വനത്തിന്റെ സ്പർശമായി കൊടുക്കാൻ നമുക്ക് സാധിക്കും. കൊടുത്തത് എന്നുള്ള ഒരു അഭിമാനം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. കാരണം ആ 10 ലക്ഷം രൂപ ഓരോ കുടുംബങ്ങളിൽ എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന, അതുകൊണ്ട് അവർ ചെയ്യാൻ കഴിയുന്ന, അവർക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ, അവർക്ക് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ എല്ലാം ഈ സംഘടനയുടെ സംഘബലം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും നേടിയെടുത്ത കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളിൽ തീർച്ചയായും അഭിമാനം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ